വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കലാപേമാരി വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈദ് റബീഇന്റെ ഈ സുന്ദരമായ വേദിയിൽ സമകാലിക വിഷയത്തെ അറിയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ജാതി സെൻസസിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങൾ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിന് എന്തുകൊണ്ടാണ് ഒരു ജാതി സെൻസസിന് ഇത്രത്തോളം ഭയപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ തീർത്തും നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ മഹത്തായ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം മുതൽ അന്ന് മുതൽ ഇന്നുവരെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയോ ഒരു ജാതി വിഭാഗത്തിലോ മാത്രം ഒതുങ്ങപ്പെട്ടതല്ല. നാനാത്വത്തിലേകത്വമെന്ന് അന്നേ നമ്മുടെ പൂർവ്വസൂരികൾ നമ്മൾക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്. ആ തത്വങ്ങളെ ഇത്രയും കാലം നമ്മുടെ വിശുദ്ധ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് പുതിയ കാലത്ത് ജാതി സെൻസസിനെ കുറിച്ച് സമൂഹം ആവശ്യപ്പെടുന്നത്? ഇവിടെയാണ് ഇതിൻ്റെ വലിയതായ ഒരു ആവശ്യകതയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇന്ത്യയിലെ വർത്തമാന സാഹചര്യത്തിലെ രാഷ്ട്രീയ മേഖലയിലും വിദ്യാഭ്യാസ മേഖലകളിലും നമ്മൾ എടുത്തു പരിശോധിക്കുക. നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു വർണ്ണ വിവേചനത്തിന്റെ, ഒരു ജാതി വിവേചനത്തിന്റെ അറിയാത്ത കഥകൾ പറയാനുണ്ട് നമ്മുടെ മഹാരാജ്യത്തിന്. അന്ന് സവർണ മേധാവിത്വം നമ്മുടെ രാജ്യത്ത് കൊടികുത്തി വാഴുന്ന കാലം ഏറെ അസ്തമിച്ചു മാഞ്ഞുപോയിരിക്കുന്നു. നമ്മുടെ രാജ്യം ഒരു ബഹുസ്വര രാജ്യമായിരിക്കുന്നു എന്ന് പറയാനായിട്ടില്ല. നമ്മുടെ രാജ്യത്ത് അറിഞ്ഞുകൊണ്ട് മറഞ്ഞിരുന്നുകൊണ്ട് വലിയ ഒരു ജാതീയ വേർതിരിവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നേതൃത്വം എന്ന് പറയുന്ന നമ്മുടെ ഫാസിസ്റ്റ് ഭരണകൂടം അതിനെ ഭയപ്പെടുന്നത്. അവർ ഇന്ത്യയിലൊട്ടുക്കുമുള്ള വിഭാഗത്തെ ജാതിയിൽ നിന്നുകൊണ്ട് അവരെങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെ രാഷ്ട്ര നിർമ്മിതിയിൽ ഇടപെടുന്നു, എന്താണ് അവരുടെ പങ്ക് എന്നതിനെ കുറിച്ച് വ്യക്തമായി വിശകലനം ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു ഉത്തരമുണ്ട്. അത് വെറും ഒരു റിസർച്ചിങ് ആയി സൂക്ഷിക്കാനുള്ളതല്ല, അത് പബ്ലിഷ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു ഉത്തരമുണ്ട്. ഫാസിസ്റ്റ് ഭരണകൂടം ജനങ്ങളുടെ പിന്തുണയ്ക്കെന്ന് പറഞ്ഞ് ജനങ്ങളോട് കൂടെയുണ്ടെങ്കിലും അതിലുള്ള ഉയർന്ന സവർക്ക മേധാവിത്വം മാത്രമാണ് ഉന്നതിയിൽ നിൽക്കുന്നത്. അപ്പോൾ പട്ടിണിപ്പാവങ്ങളായ താഴെക്കിടയിൽ നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് ഈ രാഷ്ട്രീയ നിർമ്മിതിയിൽ പങ്കാളിത്തങ്ങളൊന്നുമില്ല എന്നീ സമൂഹം തിരിച്ചറിയുന്നു. വോട്ട് ബാങ്കുകൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? പണത്തിന്റെ ഹുങ്കിൽ പണം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് വോട്ടുകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ആ വോട്ട് ബാങ്ക് അവർക്ക് നഷ്ടമാകും. കാരണം ന്യൂനപക്ഷങ്ങളെല്ലാം ചിന്തിക്കും, ഞങ്ങൾ മുഴുമിച്ചിരുന്നാൽ ഞങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വലിയ മഹാ ഒരു വിജയമുണ്ട് ഞങ്ങൾക്ക്. അതെന്താണ് എന്ന് ഈ താഴ്ത്തുകിട വിഭാഗത്തിന്റെ മനസ്സിലാകും. മണ്ഡൽ കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്, മുസ്ലിം ജീവിതം എവിടാണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ ഇലക്ട്രിക് പോസ്റ്റുകൾ എവിടെ അവസാനിക്കുന്നുവോ അവിടെ നിന്ന് തുടങ്ങുന്നതാണ് മുസ്ലിം ജീവിതം എന്നാണ്. അങ്ങനെ വരുമ്പോൾ താഴെക്കിടയിൽ ഇന്നും അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. രാഷ്ട്രത്തിന്റെ നിർമ്മിതിയിലും വിദ്യാഭ്യാസത്തിന്റെ അവകാശത്തിലും ഭരണഘടനയിൽ അവർക്ക് നൽകുന്ന അവകാശങ്ങളും എത്രത്തോളം അവർക്ക് നൽകപ്പെടുന്നു എന്ന് ആ സമൂഹം ചിന്തിക്കും. അങ്ങനെ ഒരു കൂട്ടം സമൂഹം ചിന്തിച്ചാൽ അത് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ തച്ചു തകർക്കാൻ അത് മാത്രം മതിയാകും എന്ന വ്യക്തമായ ധാരണ അവർക്കുണ്ട്. ഈ അടുത്തു വന്ന റിപ്പോർട്ടിൽ തന്നെയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സംവിധാനങ്ങളായ യൂണിവേഴ്സിറ്റികൾ പോലും വെറും 2% താഴെ മാത്രമാണ് പട്ടികവർഗ ജാതികളിൽ നിന്ന് അവർക്ക് അതിലേക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ സെലക്ഷൻ ലഭിച്ചിട്ടുള്ളൂ. എന്താണ് ഇതിന് പിറകിൽ നിൽക്കുന്നത്? ഉദ്യോഗസ്ഥരുടെ മറ്റുള്ള അവരുടെ പ്രവർത്തനങ്ങൾ. ഞങ്ങൾക്ക് മാത്രമാണ് ഈ രാജ്യത്ത് ഉന്നതമായ മുലത്തരങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ അവകാശമുള്ളൂ എന്നും നിങ്ങളെല്ലാവരും എന്നും ഞങ്ങൾക്ക് അടിമവേല ചെയ്യേണ്ടവരാണ് എന്നുമാണ് അവര് ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ
പൂർണ്ണമായി ഈ രാജ്യത്തെക്കുറിച്ച് പഠിക്കുന്ന, പൂർണ്ണമായി ജനവിഭാഗങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു പഠനം നമ്മുടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുമ്പോൾ തീർച്ചയായും അവരുടെ പദവികൾ അവർക്ക് നഷ്ടമാകും എന്നതിൽ സംശയമില്ല. ഇന്ന് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഒരു താഴ്ന്ന ഇടവിഭാഗത്തിൽപ്പെട്ടവരാണ്. പക്ഷേ എന്താണ് അവരുടെ പദവി? രാഷ്ട്രത്തിന്റെ തലവൻ, പ്രധാനമന്ത്രിയായിരിക്കെ ഒരു രാഷ്ട്രപതിയുടെ, ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു രാഷ്ട്രപതിയുടെ പദവി എന്താണ്? അവർക്ക് വെറും ഒരു സ്റ്റാമ്പിൻ, ഒരു ഒപ്പിട്ട് നൽകുന്ന പദ്ധതി മാത്രമാകുമ്പോൾ, അല്ലാതെ ഉയർന്ന പ്രവർത്തനങ്ങളിലേക്കോ, ഒരു മന്ത്രിസ്ഥാനത്തിലേക്കോ അല്ലെങ്കിൽ കളക്ടറേറ്റ് സ്ഥാനങ്ങളിലേക്കോ എന്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നില്ല? ഈ റിസർച്ചിങ് പുറത്തു വരലോടുകൂടെ ഇതെല്ലാം ആവശ്യമായി വരും. പ്രത്യേകിച്ചും നമ്മുടെ എല്ലാവരും വോട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇവിടെയും ഭരണഘടന അനുശാസിക്കുന്ന ഒരു വേർതിരിവുകളുണ്ട്, അനുപാത അളക്കലുകളുണ്ട്. ഒരു നാട്ടിൽ തീർച്ചയായും കൂടുതൽ മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് സീറ്റ് നൽകണം. ചില വർഷങ്ങളിൽ മുസ്ലിമീങ്ങൾക്കും, ചില വർഷങ്ങളിൽ മറ്റുള്ളവർക്കും, ചില വർഷങ്ങളിൽ സ്ത്രീകൾക്ക്, മറ്റുള്ള വർഷങ്ങളിൽ പുരുഷന്മാർക്ക് എന്ന അനുപാതമുണ്ട്. ഈ കണക്കുകൾ വ്യക്തമായി പുറത്തു വരുമ്പോൾ രാജ്യത്തു നിലനിൽക്കുന്ന ഒരുപാട് നിയമസഭകളും ലോകസഭകളും തിരുത്തിയെഴുതപ്പെടും. അത് ചില വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതായി മാറും. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ തലവന്മാർ, ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ അതിന് തയ്യാറാകാത്തത്. മണിപ്പൂരിലേക്ക് പോകൂ, അസമിലേക്ക് പോകൂ, ബീഹാറിലേക്ക് പോകൂ, അവിടെയെല്ലാം നടക്കുന്നത് താഴേക്കിടയിലുള്ള ജനങ്ങൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരോട് കൂടെ നിൽക്കേണ്ട വിഭാഗങ്ങൾ ആക്രമിക്കുകയാണ്. ഇതിനെല്ലാം ആരാണ് വേണി വെച്ചു കൊടുക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ തന്നെയാണ്. അവർക്ക് കലുഷമായ ഒരു ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരം തല്ലി ചിന്ന ഭിന്നമാകുന്ന ഒരു ന്യൂനപക്ഷത്തെ അടക്കി ഭരിക്കാനുള്ള ഒരു മേൽക്കൈമയുടെ ആവശ്യമാണ് ഫാസിസ്റ്റ് ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത്. ഈ തത്വങ്ങളെ തന്നെയും പാടെ തകർത്ത് കളയുന്ന ഒന്നായിരിക്കും ജാതി സെൻസസ് പൂർണ്ണമായ രൂപത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ സംഭവിക്കുന്നത്. എല്ലാ മേഖലകളിലും നമുക്ക് വിലയിരുത്താം. നമ്മുടെ കേരളത്തിൽ തന്നെയും മധു എന്ന ആദിവാസിയെ ഭക്ഷണത്തിനു പേരിൽ തല്ലിക്കൊന്നെങ്കിൽ നമ്മൾ ആലോചിക്കണം, നമ്മൾക്കിടയിൽ പോലും ജാതീയ വേർതിരിവുകൾ എവിടെയാണ് നിലനിൽക്കുന്നതെന്ന്. അതെ, അത് ബാഹ്യമായി നമ്മൾ സ്വയമേധയാ പറയുന്നു കേരളം മുന്നിലാണ്, നമ്മുടെ രാജ്യം ബഹുദൂരം മുന്നിലാണ്, വികസ്വര രാജ്യങ്ങളിൽ ഒന്നാം പട്ടികയിലുള്ളവരാണ് എന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മളായിട്ടില്ല. ഇനിയും ഒരുപാട് നമ്മുടെ മനസ്സിന്റെ അകത്തുനിന്ന് തന്നെയും തിരുത്തലുകൾ വിധേയമാക്കി മുന്നോട്ട് കടക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഉത്തമമായ ഒരു രാജ്യത്തെ വാർത്തെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യ ഭരിക്കുന്നവർ എന്തുകൊണ്ട് ജാതി സെൻസസിനെ ഭയപ്പെടുന്നു എന്ന് വെച്ചാൽ അവരുടെ തത്വങ്ങൾ തന്നെയും അതിനെതിരായതുകൊണ്ടാണ്. അവരുടെ ഭരണം അവർക്ക് നഷ്ടമാകുമെന്ന് തീർച്ചപ്പെടുത്തുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയുടെ നല്ല ഭാവികളെ നമുക്ക് പടുത്തുയർത്താൻ കഴിയണം. നാഥൻ അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.